Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Okay. നമ്മുടെ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നേ? Laundry and linen. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് അല്ലെ? അതിൽ എവിടെ വരെ എടുത്തു? Advantages of outsourcing service. അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എടുത്തു. ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? 4 എണ്ണം പറഞ്ഞില്ലേ? പറഞ്ഞു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് 4 ക്ലാസിഫിക്കേഷൻസ് ഒന്നുകൂടി പറയാം. ഏതൊക്കെയായിരുന്നു? ഹോസ്പിറ്റലിലെ ലിനൻസിന്റെ ക്ലാസിഫിക്കേഷൻ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? പറഞ്ഞേ. ഒന്നാമത് ജനറൽ പർപ്പസ് ലിനൻ. അതിലെന്തൊക്കെയാ ഉൾപ്പെടുന്നേ? അതില് കർട്ടൻസ്, സ്ക്രീൻസ്, ടേബിൾ ക്ലോത്ത്സ്, അതെല്ലാം ജനറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, എല്ലാ ക്ലോത്ത്സും അല്ലെ? നെക്സ്റ്റ് പേഷ്യന്റ് ലിനനിൽ എന്തൊക്കെ വരും? പേഷ്യന്റിന്റെ ക്ലോത്തിങ്, അതില് ഗൗൺസും കോട്ട്സും ഗൗൺസും കോട്ട്സും ഒക്കെ വരും. വാർഡ് ലിനനിൽ വരുന്ന എന്തൊക്കെയാണ്? ക്ലോത്ത്, വാർഡിൽ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സും ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവർ, അതുപോലത്തെ എക്സെട്ര. അതായത് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം, അവിടെ സർജിക്കൽ ഗൗൺസ്, സ്ക്രബ്സ്, സ്യൂട്ട്, ഗൗൺ ക്യാപ്പ്, എക്സെട്ര. ഓക്കെ, 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ അല്ലെ? ഹോസ്പിറ്റലിലെ ലിനൻസിന്റെ 4 ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഇനി എന്തൊക്കെയായിരുന്നു നമ്മുടെ ആ ഒരു ഔട്ട്സോഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില്? ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് മറ്റൊരാൾ പറഞ്ഞേ. More cost effective solution. പിന്നെ increase efficiency and productivity of our facilities. Okay, then third one, improved quality of care provided. Okay, improved quality of care provided. അപ്പൊ 3 അഡ്വാൻറ്റേജസ് അല്ലെ? ഔട്ട്സോഴ്സിംഗ് വഴി നമ്മൾ ഔട്ട്സോഴ്സിൽ പുറത്ത് കൊടുത്ത് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് അത് എന്താണ് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുമല്ലോ അല്ലെ? നമ്മുടെ ഡെയിലി നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു? നേരെ ഒന്ന് ഹോസ്പിറ്റലിൽ വെച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബാക്കിയുള്ള പോർഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽ 4 എണ്ണം മാത്രമല്ലേ പറഞ്ഞുള്ളൂ? ബാക്കി പറഞ്ഞില്ലല്ലോ. അത്രയും വരെയല്ലേ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? 4 ക്ലാസിഫിക്കേഷൻ വരെയല്ലേ നിർത്തിയത്? ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർ ഹെൽത്ത് കെയർ ലോണ്ടറി പ്രൊസീജിയേഴ്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആർ വെരി ഇമ്പോർട്ടന്റ് ടു ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്. പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് പിന്നെയും പറയുന്നത്. എന്താണ്? ഒരു ഇൻഫെക്ഷൻ, ഒരു ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാനായിട്ട്, അത് തടയുന്നതിന് വേണ്ടി എന്താണ്? ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങള് പകരുന്നത് തടയുക അല്ലെ? അതാണ് പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക അല്ലെ? അണുബാധയെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? പ്രോപ്പർ ആയിട്ടൊരു ഹെൽത്ത് കെയർ ലോണ്ടറി പ്രൊസീജിയർ ഉണ്ടായിരിക്കണം അല്ലെ? ഒരു പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ശരിയായ രീതിയിലുള്ള ആരോഗ്യ പരിചരണ ലോണ്ടറി വിഭാഗം ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ് മറ്റൊരു കാര്യം എന്താണ് വേണ്ടത്? ഡിസ്ഇൻഫെക്റ്റന്റിങ് ആയിരിക്കണം അല്ലെ? അതായത് അണുവിമുക്തമാക്കലും നിർബന്ധമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റലുകളില്. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് നല്ല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കണം. അതുപോലെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള രോഗങ്ങളുടെ സ്പ്രെഡ് അല്ലെങ്കിൽ അത് പകരുന്നത് തടയാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുമാണ്. Then it is very important to establish and carry out healthcare laundry guidelines to make sure that staff have the right protection and safety. എന്തുകൊണ്ടാണ് അല്ലെ? ഇങ്ങനെയൊരു നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ ലോണ്ടറി അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അലക്കുശാല അല്ലെങ്കിൽ ലോണ്ടറിയുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട അവിടുത്തെ സ്റ്റാഫുകളുടെ അല്ലെ, അവിടെ ഉള്ള എല്ലാ ജീവനക്കാരുടെയും സ്റ്റാഫുകളുടെ അവരുടെ എന്തായിരിക്കണം? റൈറ്റ് പ്രൊട്ടക്ഷൻ വേണം അല്ലെ? അവർക്ക് ശരിയായ രീതിയിലുള്ള സംരക്ഷണം വേണം.
വേണ്ടേ? അതുപോലെ തന്നെ അവർക്ക് സേഫ്റ്റി, അവരുടെ സുരക്ഷിതത്വവും മാനിച്ചുകൊണ്ട് ഇതെല്ലാം അവർക്ക് എന്തായിരിക്കണം, ഉറപ്പുവരുത്തിയിരിക്കണം. അതിനു വേണ്ടിയിട്ട് അവരുടെ അവിടെയുള്ള ജീവനക്കാരുടെ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ അത് എങ്ങനെയായിരിക്കണം, നല്ല ശരിയായ രീതിയിലുള്ള ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കണം ഇവിടെ സ്ഥാപിക്കേണ്ടത്, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ സ്ഥാപിക്കേണ്ടത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇവിടെയുള്ള സ്റ്റാഫുകളുടെ, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ചില കോമൺ പ്രാക്ടീസിന് ചില രീതികൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ അവരുടെ ആ ഒരു പ്രൊട്ടക്ഷനും അതുപോലെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് 5 പോയിന്റ്സ്. ആരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരുടെ സംരക്ഷണത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് 5 പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കി, യൂസ് ഓഫ് PPE. എന്താണ് PPE എന്ന് ആർക്കെങ്കിലും അറിയോ? PPE കേട്ടിട്ടുണ്ടോ? PPE ആർക്കെങ്കിലും അറിയോ? PPE അറിയോ? ഇല്ല. ഓക്കെ, അപ്പൊ ആ PPE എന്താണെന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. വെരി ഗുഡ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ? അതായത് ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റില്? ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാണ്, ഈ ഒരു ഫീൽഡ് മാത്രമല്ല കേട്ടോ, മറ്റേതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെ, വെരി ഗുഡ്, അവിടെ നമ്മളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ട് നമ്മുടെ മാസ്കുകൾ ഉണ്ട്, ശരിയാണ്, ഗൗണുകൾ ഉപയോഗിക്കും. പിന്നെ എന്തൊക്കെയാ? അതെ, അൽവെയർ അല്ലെ, അതായത് കണ്ണടകളോ അല്ലെങ്കിൽ കണ്ണുറകളോ ഉപയോഗിക്കാറുണ്ട്, ഹെഡ് ക്യാപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഹെൽമെറ്റുകളൊക്കെ യൂസ് ചെയ്യാറില്ലേ ചില സ്ഥലങ്ങൾ, ബൂട്ട്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ഏപ്രൺസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങള് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് കോവിഡ് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നിപ്പ ബാധിച്ചവരൊക്കെ അവരുടെയൊക്കെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടോ എന്താണ് അവരെ പരിചരിക്കുന്ന ആളുകള് അവരെ പ്രൊട്ടക്ട് ചെയ്യും. അതായത് അവർക്ക് ആ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ഗൗണുകൾ പോലെയുള്ള അല്ലെ, ഗൗണുകൾ ധരിക്കാറുണ്ട്, മാസ്കുകൾ ധരിക്കാറുണ്ട്, അതുപോലെ ഹെൽമെറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ ധരിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി, അത് ഈ ഒരു ഫീൽഡിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഹോസ്പിറ്റൽ മേഖലയിൽ മാത്രമല്ല, മറ്റേത് ഫീൽഡിൽ ജോലി ചെയ്യുകയാണെങ്കിലും അവിടുത്തെ ആ ഒരു ജോലിയുടെ അപകട സാധ്യതകള് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാകുന്ന റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ അല്ലെ, അതിന് വേണ്ടിയിട്ട് മുൻകരുതുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് എഴുതി വെച്ചോ PPE എന്താണെന്നുള്ളത് കേട്ടോ, ഷോർട്ട് ഫോം ചോദിക്കാറുണ്ട്. PPEയുടെ എഴുതി വെച്ചോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇനി എന്താണ് PPE എന്നൊന്ന് എഴുതിക്കോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് എഴുതുക. അതിന് താഴെ എന്താണ് PPE എന്ന് എഴുതിക്കോ. ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. It's a protective clothing, comma, helmets, protective clothing, comma, helmets is a protective clothing, comma, helmets, comma, goggles. Goggles or other garments or other garments or equipment or equipment, other garments or equipments designed to protect the body from injury or infection. Designed to protect the body from injury or infection. Injury or infection. Protective, personal protective equipment. അതായത് PPE എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതി വെക്കുക. Personal protective equipment is a protective clothing, comma, helmets, comma, goggles or other garments or equipment designed to protect the body from injury or infection. Injury or infection. കിട്ടിയോ?
ഓക്കെ, തോയ്ബക്ക് കിട്ടിയോ? ഒന്നുകൂടി പറയാം. PPE is a personal protective equipment. Is a protective clothing, helmets, goggles or other garments or equipment designed to protect the body from injury or infection. ഓക്കെ, അപ്പൊ PPE എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ചെയ്യുന്നത് ആരാണോ യൂസ് ചെയ്യുന്നത് അവരുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണമാണ് അല്ലെ. അപ്പൊ സംരക്ഷണം എന്തിനു വേണ്ടി, എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്? ഒന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാവാം. അല്ലാന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെ, ഇഞ്ചുറീസിൽ നിന്നോ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള എന്താണ്, ചിലപ്പോ ക്ലോത്തിങ് ആവാം, തുണിത്തരങ്ങളാവാം, മറ്റു ഗാർമെന്റ്സ് ആവാം, അല്ലെങ്കിൽ ഹെൽമെറ്റ് പോലെയുള്ളവയാവാം, അല്ലാന്നുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഗൂഗിൾസ് അല്ലെങ്കിൽ കണ്ണുറകൾ പോലെയുള്ള എന്തെങ്കിലും ആവാം. അങ്ങനെ ഏത് നമ്മുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഫെക്ഷൻസിനോ ഇഞ്ചുറിയോ ഒന്നും നമ്മുടെ ബോഡിയിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെയൊക്കെ നമുക്ക് PPEയിൽ ഉൾപ്പെടുത്താം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അപ്പൊ ഇവിടെ എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഉപയോഗത്തിന് ഇമ്പോർട്ടൻസ്? എന്തിനു വേണ്ടിയിട്ടാണ് PPE ഉപയോഗിക്കുന്നവര്? ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണമാണ് കേട്ടോ പറയുന്നത്. ഇവർക്ക് എന്തിനാണ് PPE ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ്? അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് ഇൻഫെക്ഷൻസ് ഒന്നും അവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? ഈ ക്ലോത്തിങ് ഹാൻഡിൽ, ഈ ലിനൻസ്, ഇങ്ങനെയുള്ള ലിനൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർ PPE അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് പോലെയുള്ള സാധനങ്ങൾ, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ അവർ യൂസ് ചെയ്തിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നോക്കിയേ, ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ അല്ലെ. നമ്മളിപ്പോ ബയോ വേസ്റ്റുകളൊക്കെ എടുക്കുമ്പോ കണ്ടിട്ടില്ലേ, ഓരോ ബാഗുകളിലാക്കിയിട്ടല്ലേ അത് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് നമ്മളിപ്പോ ഇങ്ങനെയുള്ള തുണിത്തരങ്ങള്, അതായത് ഈ സ്റ്റെയിൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ നേരിട്ട് എടുക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി എന്താണ് ഇൻഫെക്ഷൻസ് നമ്മളിലേക്ക് പെട്ടെന്ന് എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ കുറച്ചും കൂടി ഒഴിവാക്കാനായിട്ട് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്യണം, ബാഗുകളിലായിട്ടാണ് അത് സ്റ്റെയിൻഡ് ആയിട്ടുള്ളത് വേറെ, അതുപോലെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളത് വേറെ, അങ്ങനെ ഓരോന്നും ബാഗുകളിലായിട്ട് കെട്ടി ബണ്ടിൽ പോലെ കെട്ടി എന്താ ലേബൽ ചെയ്തിട്ടായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക. ആ ലേബൽ ചെയ്ത് കെട്ടിവെച്ചിരിക്കുന്ന സാധനങ്ങളാണ് എവിടേക്ക് കൊണ്ടുവരുന്നത്? ഈ എന്താണ് ലിനൻ ലോണ്ടറി റൂമുകളിലേക്ക്, എവിടെയാണോ ആ വാഷിംഗ് ഒക്കെ നടത്തുന്നത് ആ വശത്തേക്ക് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പോ ആ ബാഗുകളിൽ എന്ത് ചെയ്യുക, ഈ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകളൊക്കെ എന്ത് ചെയ്യുക, ബാഗുകളിൽ കളക്ട് ചെയ്യുക. ഡയറക്റ്റ് നമ്മൾ എടുത്ത് വരാതെ എന്ത് ചെയ്യുക, ബാഗുകളിലാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും എന്താണ് അതുമായിട്ടുള്ള ഒരു സമ്പർക്കം കുറയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? തേർഡ് നോക്കി, സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി അല്ലെ. അതായത് സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറകളുള്ള എന്താണ് ലിനൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവിടെയുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതുപോലെ ക്ലീൻ ആയിട്ടുള്ളതാ, ക്ലീൻ ചെയ്തതാണെങ്കിൽ അത് എന്ത് ചെയ്യുക, അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കാതെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. ദെൻ ഫോർത്ത് വൺ നോക്കി, പെർഫോം ഹാൻഡ് ഹൈജീൻ. എന്താണ് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്? നമ്മുടെ കൈയുടെ ശുചിത്വം അല്ലെ, കൈകളുടെ ശുചിത്വം. അപ്പൊ അവിടെ നമ്മൾ എന്താണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ അവരുടെ കൈ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരുടെ ഹാൻഡ് ഹൈജീൻ എന്താണ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആ ഹാൻഡ് ഹൈജീൻ എപ്പോഴും സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. Then നോക്കി ഫിഫ്ത്ത്, പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്. അതുപോലെ എന്താണ് ചില പുതിയതായിട്ട് വന്ന സ്റ്റാഫുകൾക്കാണെങ്കിലൊക്കെ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ പുതിയതായിട്ട് വന്നവരായിക്കോട്ടെ, അതുപോലെ അവിടെ ഓൾറെഡി ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഈ മെറ്റീരിയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് 5 കാര്യങ്ങള്? എന്തൊക്കെയാണ് കോമൺ പ്രാക്ടീസസിൽ വരുന്നത്? യൂസ് ഓഫ് PPE അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുക. രണ്ടാമത് പറഞ്ഞ എന്താ, സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ബാഗുകളിലായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരിക.
തേർഡ് വൺ പറഞ്ഞ എന്താ, സ്റ്റെയിൻഡ് ആയിട്ടുള്ളവ വേറെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി ആണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു സ്ഥലത്ത് സൂക്ഷിക്കാതെ രണ്ടും രണ്ടായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. ദെൻ ഫോർത്ത് വൺ എന്താ, പെർഫോം ഹാൻഡ് ഹൈജീൻ, അതായത് കൈകളുടെ ശുചിത്വം ഉറപ്പാക്കുക. അതിനനുസരിച്ചുള്ള അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുക. കാരണം എന്താ, നമ്മുടെ കൈകളിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഹാൻഡ് ഹൈജീൻ അല്ലെങ്കിൽ കൈകളിലെ ശുചിത്വം പാലിച്ചിരിക്കുക. ഫിഫ്ത് പോയിന്റ് നോക്കിയേ, പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്, അല്ലെ? പ്രോപ്പർ ആയിട്ട് ഇങ്ങനെയുള്ള ലോണ്ടറി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലിനൻ മെറ്റീരിയൽസ് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രാക്ടീസസ് ആണ് അവരുടെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും ആ 5 പോയിന്റ്സ് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റിലേക്ക് പോവാം നമുക്ക്. പ്രോസസിങ് ഓഫ് സോയിൽഡ് ലിനൻ. ഈ സോയിൽഡ് ലിനന്റെ പ്രോസസിങ് ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രൊസീജിയേഴ്സ് പ്രോസസ്സ് നമ്മൾ പഠിച്ചല്ലോ. ആ പ്രോസസ് തന്നെയാണ് കേട്ടോ, ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് മാത്രം. അപ്പൊ നോക്കി, പ്രോസസിങ് ഓഫ് സോയിൽഡ് ലിനൻ ഫസ്റ്റ് വൺ ആണ് സോർട്ടിങ്. എന്താണ് സോർട്ടിങ്? നിങ്ങൾ എന്നൊന്ന് പറഞ്ഞേ, എന്താണ് സോർട്ടിങ് എന്നുള്ളത്? നിങ്ങൾ എന്നൊന്ന് പറഞ്ഞേ, എങ്ങനെയാ, എന്താണ് സോർട്ടിങ്? സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താ, തരംതിരിക്കുക, അല്ലെ? അപ്പൊ സോർട്ടിങ്ങിൽ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, സോർട്ടിങ് യൂസ്ഡ് ലിനൻ ഷുഡ് ബി കളക്ടഡ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? ഉപയോഗിച്ചതായിട്ടുള്ള ലിനനുകള്, തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. അതല്ലേ സോർട്ടിംഗ് എന്ന് പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും യൂസ്ഡ് ആയിട്ടുള്ള ലിനനുകള് കളക്ട് ചെയ്യുകയും അതിനെ സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ തരം തിരിച്ച് വയ്ക്കുകയും ചെയ്യുന്നു. ലിനൻ സ്റ്റെയിൻഡ് എന്നാണ് കേട്ടോ അവിടെ എസ് ഉണ്ട്. സ്റ്റെയിൻഡ് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി, അല്ലെ? ലിനനുകള് എങ്ങനെയാണ് ബോഡി ഫ്ലൂയിഡ്സ് വഴി സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറ പറ്റിയിട്ടുള്ള ലിനനുകൾ എന്ത് ചെയ്യും, അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി സൂക്ഷിക്കും. മനസ്സിലായോ? അപ്പൊ സോർട്ടിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? സോർട്ടിങ്ങിൽ എന്താണ്, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ്ഡ് ആയിട്ടുള്ള ഉപയോഗിച്ചതായിട്ടുള്ള ലിനനുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു, അത് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു, തരം തിരിച്ച് വെക്കുന്നു. രണ്ടാമത് പറയുന്നത് നമ്മള് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകൾ. എങ്ങനെ സ്റ്റെയിൻഡ് ആയിട്ടുള്ളതാണ്? ബോഡി ഫ്ലൂയിഡ്സ് വഴി സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറകൾ പറ്റിയിട്ടുള്ള ലിനനുകൾ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും, സെപ്പറേറ്റ് ആയിട്ട് അവിടെ മാറ്റി വെക്കും. രണ്ടാമത്തത് സ്ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. എന്താണ് സ്ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്? അതൊന്ന് പറഞ്ഞേ. കഴുകുക, അല്ലെ? കഴുകി എന്തിനു വേണ്ടിയിട്ടാണ് അത് കഴുകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ആദ്യം കഴുകുന്നത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയിട്ടാണ് കഴുകുന്നത്? അണുവിമുക്തമാക്കാൻ, അല്ലെ? അതായത് അഴുക്കുകൾ പോവാനാണ്. ആദ്യമേ പ്രധാനം എന്താണ്, ഇൻഫെക്ഷൻസ്, അല്ലെ? അതായത് ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ, അതായത് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കഴുകുന്നു. അതിലെന്താന്ന് നോക്കി, ഇൻഫെക്റ്റഡ് ഓഫ് സ്റ്റെയിൻഡ് കേട്ടോ. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റെയിൻഡ് എന്നാണ് കേട്ടോ അവിടെ. അങ്ങനെ ചില വേർഡുകൾ മിസ്സിംഗ് ആണ്. അപ്പൊ ഒന്ന് കൂട്ടി എഴുതിയേക്കാം കേട്ടോ. ഇൻഫെക്റ്റഡ് ഓർ സ്റ്റെയിൻഡ് ലിനൻ ആഫ്റ്റർ സോക്കിംഗ് ഇൻ 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ. ഇനി എങ്ങനെയാണ് ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യാനായിട്ട് ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള, എങ്ങനെ സ്റ്റെയിൻഡ് ആയിട്ടുള്ളതാണ്, ഇങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് വഴിയൊക്കെ കറകളായിട്ടുള്ളവയാണെങ്കിൽ, അതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവയൊക്കെ എന്ത് ചെയ്യുന്നു, 0.5% ഉള്ള ബ്ലീച്ചിങ് സൊല്യൂഷനില് ഒരു 30 മിനിറ്റ് എന്ത് ചെയ്യുന്നു, സോക്ക് ചെയ്ത് വെക്കുന്നു. എന്താണ് സോക്ക് ചെയ്ത് വെക്കുക? നമ്മുടെ വീട്ടിൽ ചെയ്യാറുള്ളതല്ലേ? നമ്മൾ ഡിറ്റർജന്റ് പൗഡറിൽ, എന്താണ് ഡിഷ് വാഷ് പൗഡറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോക്ക് ചെയ്ത് മുക്കി വെക്കില്ലേ തുണികള്? മുക്കി വെക്കാറില്ലേ? അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകൾ എന്ത് ചെയ്യുന്നു, 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനില് 30 മിനിറ്റ്സ് എന്ത് ചെയ്യും, സോക്ക് ചെയ്ത് വെക്കും, മുക്കി വെക്കും. അതിനുശേഷം ആ 30 മിനിറ്റ്സിന് ശേഷം അത് എന്ത് ചെയ്യും, ഷുഡ് ബി വാഷ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ്. അതെന്ത് ചെയ്യും, ആ ബ്ലീച്ചിങ് സൊല്യൂഷനിലാണ് ഇപ്പൊ അത് 30 മിനിറ്റ് നമ്മൾ എന്താണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം അതെന്ത് ചെയ്യും, ഡിറ്റർജന്റ് ഉപയോഗിച്ച് ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് കളയുന്നു. അപ്പൊ എന്തായി, അത് ഇൻഫെക്ഷൻസ് ഡിസ്ഇൻഫെക്റ്റന്റ് ആയി.
അപ്പൊ അതിനുശേഷമാണ് പിന്നീടുള്ള ശരിയായ വാഷിങ്ങിലേക്ക് കൊടുക്കുന്നത്. അതാണ് ബിഫോർ വാഷിംഗ് എന്ന് പറയുന്നത്. അതായത് ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള വാഷിങ്ങിന് മുൻപ് ഇവിടെ എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം അല്ലെ. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ 30 മിനിറ്റ്സ് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷൻ ഇതിനെ മുക്കിയിടുന്നു. ഈ തുണികളെ മുക്കിയിട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതുമായി ബന്ധപ്പെട്ടുള്ള കഴുകലാണ് നമ്മൾ പറയുന്നത്. അത് എന്താണ്? വാട്ടറും ഡിറ്റർജന്റും വാട്ടറും ഉപയോഗിച്ചിട്ട് അത് കഴുകി ആ ഒരു ബ്ലീച്ചിങ് സൊല്യൂഷനുള്ളത് അത് കളഞ്ഞ് ഡിസ്ഇൻഫെക്റ്റന്റ് ആക്കുന്നു. അതിനുശേഷമാണ് പ്രോപ്പർ ആയിട്ടുള്ള വാഷിങ്ങിന് അത് കൊടുക്കുള്ളൂ. ക്ലിയർ ആയോ? The soiled linen should be bundled and an entry should be made. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ എന്താണ്? ബാഗുകളിലാക്കിയിട്ട്, അതായത് ഇങ്ങനെയുള്ള സോയിൽഡ് ആയിട്ടുള്ള ലിനനുകൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ സെപ്പറേറ്റ് ഇടാല്ല, അത് ബണ്ടിലുകളായിട്ട് ടൈ ചെയ്ത് കെട്ടി വെച്ചിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. soiled linen should be bundled and an entry should be made. അവിടേക്കുള്ള എൻട്രി എങ്ങനെയായിരിക്കും? ഈ സോയിൽഡ് ആയിട്ടുള്ള ലിനനുകൾ, മുഷിഞ്ഞ തുണികൾ എന്ത് ചെയ്യും? അത് ബണ്ടിലായിട്ട് കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. The infected linen should be accounted and handed over separately at this stage. The linen should also be inspected for tears and damage. എന്താണ്? The infected ആയിട്ടുള്ള ലിനനുകൾ എന്ത് ചെയ്യുന്നു? ഷുഡ് ബി എന്താണ്? അവിടെ സെപ്പറേറ്റ് ചെയ്ത് അല്ലെ, സെപ്പറേറ്റ് ചെയ്താണ് മാറ്റി വെക്കണം. അതുപോലെ അതിന്റെ ആ ഹാൻഡിലിംഗും എങ്ങനെയായിരിക്കണം? സെപ്പറേറ്റ് ആയിരിക്കണം. രണ്ടും രണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻഫെക്ഷൻസ് രണ്ടും മറ്റു തുണികളിലേക്കും പകരാതിരിക്കാൻ വേണ്ടി ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ലിനനുകൾ എന്ത് ചെയ്യണം? ഷുഡ് ബി മറ്റൊരു സെപ്പറേറ്റ് ആയിട്ട് അത് എന്ത് ചെയ്യണം? അതിനെ ഹാൻഡിൽ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജില് ലിനൻ ഷുഡ് ഓൾസോ ബി ഇൻസ്പെക്ടഡ് ഫോർ ടീയേഴ്സ് ആൻഡ് ഡാമേജ്. എന്തെങ്കിലും കീറുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജുകൾ ഈ ഒരു ലിനൻ മെറ്റീരിയൽസിന് സംഭവിച്ചിട്ടുണ്ടോ, യൂസ് ചെയ്യുന്നത് വഴി എന്തെങ്കിലും ഒക്കെ പറ്റാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നതും ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. അപ്പൊ എന്തിലാണ്? സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? 0.5% ഓഫ് ബ്ലീച്ചിങ് സൊല്യൂഷനിൽ 30 മിനിറ്റ്സ് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ, അല്ലെങ്കിൽ സോക്ക് ചെയ്ത് വെക്കും, സോക്ക് ചെയ്ത് മുക്കി വെക്കും. അതിനുശേഷം ആ 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഡിറ്റർജന്റും വാട്ടർ ഉപയോഗിച്ചിട്ട് കഴുകിക്കളഞ്ഞതിന് ശേഷമായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള വാഷിങ്ങിന് കൊടുക്കുക. ഇനി ആ സമയത്ത് എന്ത് ചെയ്യും? ഈ സോയിൽഡ് ആയിട്ടുള്ള ലിനനുകള് ഇവിടേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും? ബണ്ടിൽസ് ആയിട്ട് ഇത് ബണ്ടിലായിട്ട് കെട്ടിയായിരിക്കും ഇങ്ങോട്ടുള്ള എൻട്രി കൊണ്ടുവരുന്നത്. അതാണ് അങ്ങോട്ടുള്ള എൻട്രി അങ്ങനെയായിരിക്കും. നെക്സ്റ്റ് നോക്കിയ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ലിനനുകളാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി സെപ്പറേറ്റ് ഉള്ള രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനൊപ്പമല്ല അത് ചെയ്യാറ്. എപ്പോഴും അതിനെന്താണ്? നോർമൽ ആയിട്ടുള്ള എന്താണ്? വളരെ യൂസ്ഡ് ആയിട്ടുള്ള മുഷിഞ്ഞ തുണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികളും രണ്ടും രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് ഏരിയയിലായിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ഏരിയയിലായിട്ടാണ് അതിന്റെ പ്രോസസ്സിംഗുകൾ നടക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ കഴിഞ്ഞതിന്റെ സമയത്ത് ആ ഒരു ആദ്യത്തെ കഴുകല് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് നോക്കുക? ടീയേഴ്സ് ഡാമേജ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് വലിയ കീറലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചിലത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെറിയ ഡാമേജുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിപ്പയർ ചെയ്യാൻ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിലും അതിനെ മറ്റൊരു തുണി അതിന് റീപ്ലേസ് ചെയ്ത് വെക്കും. ഇത്രയും ക്ലിയർ ആയോ? രണ്ടുപേരെയും സെക്കൻഡ് വണ്ണും ക്ലിയർ ആയോ? നമുക്ക് അറിയാവുന്ന പ്രൊസീജിയർ തന്നെയല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രോസസ്സ് തന്നെയാണ്. Then third one നോക്കിയേ, വാഷിംഗ്, എക്സ്ട്രാക്ടിങ് ആൻഡ് കണ്ടീഷനിങ്, അയണിങ്. അത് ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ. അതെന്താ? ഇനി വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, അവിടെ എന്താ വരിക? ഇങ്ങനെയുള്ള ഡിസ്ഇൻഫെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? വാഷ് ചെയ്യാൻ വിടും അല്ലെ. അതായത് വാഷിംഗ് മെഷീൻ പോലുള്ള വലിയ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതെന്ത് ചെയ്യുന്നു? എല്ലാം കൂടി വാഷ് ചെയ്യുന്നു. അതിന്റെ ലിനൻ ഷുഡ് ബി വാഷ്ഡ് അല്ലെ. പിന്നീട് അതെന്ത് ചെയ്യുന്നു? വാഷ് ചെയ്ത് കളയും. ഇനി ടേക്കൺ ഔട്ട്, കണ്ടീഷൻഡ് ആൻഡ് ദെൻ അയൺഡ് അല്ലെ. അതായത് അതിനോടൊപ്പം തന്നെ വാഷ് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്യുന്നു അല്ലെ. വെള്ളം എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും ഡ്രെയിൻ ചെയ്ത് കളയുന്നു. അതിനുശേഷം അതിനെ കണ്ടീഷൻ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ലോണ്ടറി സ്റ്റാഫുകൾ അതിനെ അയൺ ചെയ്യുന്നു അല്ലെ. ഇത്രയും പ്രൊസീജിയർ നമുക്കറിയാലോ. ഇൻഫെക്റ്റഡ് ലിനൻ ഷുഡ് ബി വാഷ് സെപ്പറേറ്റ്ലി. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് എങ്ങനെയായിരിക്കും? എല്ലാത്തിനെയും ഒരുമിച്ചിട്ടല്ല വാഷ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വാഷ് ചെയ്യുന്നത്. Then fourth നോക്കിയേ, pressing and folding. The pressed and folded clean linen should be stored in a dry place on racks. ഇനി ഇങ്ങനെ പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലിനനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ആയിട്ടുള്ള ലിനനുകളായി മാറി അല്ലെ, തുണിത്തരങ്ങളായിട്ട് മാറിയല്ലോ. ഈ പ്രൊസീജിയറും പ്രോസസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതെന്ത് ചെയ്യുന്നു? റാക്കുകളിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ച് വയ്ക്കുന്നു. Then the clean linen should be shifted, transported on a clean trolley to various areas.
റാക്കുകളിലാക്കി ഇങ്ങനെയുള്ള ക്ലീൻ ആയിട്ടുള്ള ലിനനുകൾ വെച്ച് കഴിഞ്ഞു ഏതൊക്കെ ഏരിയയിലോട്ട് എത്ര എണ്ണവും എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനനുസരിച്ച് ഈ ക്ലീൻ ആയിട്ടുള്ള ലിനനുകൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യും അല്ലെ. അതിനെ എന്ത് ചെയ്യുന്നു, ഓരോ ഏരിയ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു നൽകും. അതെങ്ങനെയാണ്, ക്ലീൻ ആയിട്ടുള്ള ട്രോളികൾ ഉപയോഗിച്ചിട്ട് പല ഏരിയാസിലുള്ള പല സ്ഥലങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു, ഈ ക്ലീൻഡ് ആയിട്ടുള്ള ലിനനുകൾ എത്തിച്ചു നൽകുന്നു. അപ്പോ അത്രയും പ്രോസസ്സ് ഒന്ന് വേഗം നോക്കിയിട്ടേ. ഇവിടെ പ്രോസസ്സിംഗ് ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, പ്രോസസ്സിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ആ ഫ്ലോ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പേര് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അതിനുള്ളിൽ എന്താ വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് നോക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഓർഡർ തെറ്റിച്ചൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓർഗാനോഗ്രാം ഒക്കെ പഠിച്ചപ്പോ ഓർഡർ തെറ്റിയൊക്കെ തരാറില്ലേ, അപ്പൊ അതുപോലെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോ സോർട്ടിങ് കഴിഞ്ഞിട്ട് നേരെ ചിലപ്പോ എക്സ്ട്രാക്ടിങ്ങോ അല്ലെങ്കിൽ അയണിങ്ങോ ഒക്കെ കൊടുത്തിരിക്കും. അപ്പൊ അതിന്റെ കറക്റ്റ് ഓർഡർ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ ആ ഓർഡർ ഒന്ന് പഠിച്ചാൽ മതി. അതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് എന്താ ഒരു പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റുമോ? യെസ് ഓർ നോ? ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ഒന്ന് സോർട്ടിങ് അല്ലെ. ആദ്യം വരുന്നത് എന്താണ്? സോർട്ടിങ് വരുന്നു. അതിനുശേഷം എന്താ? സ്ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റന്റിങ്. ദെൻ എന്താണ് അടുത്തത്? അത് കഴിഞ്ഞ് വാഷ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ് ചെയ്യുന്നു, അയണിങ് ചെയ്യുന്നു, ആൻഡ് പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത തുണിത്തരങ്ങൾ വരുമ്പോൾ അവിടെയും അത് സോർട്ട് ചെയ്യുന്നുണ്ട്, അത് സ്ലൂസിങ് ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നുണ്ട്, വാഷിംഗ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഒരു സെയിം പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു പ്രോസസ് തന്നെയാണ് എല്ലാ തുണിത്തരങ്ങളിലും വരുന്നത്. ഇവിടെ വരുന്ന എല്ലാ തുണിത്തരങ്ങളിലും ഈ ഒരു സെയിം പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ചാർട്ട് തന്നെയാണ് ഫോളോ ചെയ്തു പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോക്കി വെച്ചിരിക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിന്റെ ആ ഒരു ഓർഡർ തെറ്റിച്ചുള്ള കാര്യങ്ങളാണ് തരാം. അങ്ങനെ അനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ഓർഡർ ചൂസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. പ്രധാനമായിട്ട് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ. നെക്സ്റ്റ് നോക്കിയേ, കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ട്രി. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ലോണ്ട്രി, ഒരു ഇതില് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് എക്യുപ്മെന്റ്സിന്റെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആ എക്യുപ്മെന്റ്സിന്റെ പേര് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. എന്തൊക്കെയാണ്? വാഷിംഗ് മെഷീൻ ഉണ്ടാവുമല്ലോ, അതുപോലെ ഹാൻഡ് അയൺസ് ഉണ്ടാവും, അയൺ ചെയ്യാനായിട്ടുള്ള മെഷീൻസ് ഉണ്ടാവും, ഡ്രയർ ഉണ്ടാവും, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ട്രോളീസ് ഉണ്ടാവും, എയർ കംപ്രസർ ഉണ്ടാവും, സ്വിങ് മെഷീൻസ് ഉണ്ടാവും അല്ലെ, തയ്യലിന് വേണ്ടിയിട്ടുള്ള സ്വിങ് മെഷീൻസ് ഉണ്ടാവും. ഇതൊക്കെ സം ഓഫ് ദ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ ലോണ്ട്രി. ലോണ്ട്രിയിൽ ഉപയോഗിക്കുന്ന ചില കോമൺ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആ എക്യുപ്മെന്റ്സിന്റെ പേരുകളൊന്ന് നോക്കി വെച്ചാൽ മതി. വാഷിംഗ് മെഷീൻ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ, അയൺ ചെയ്യാനായിട്ടുള്ള ഹാൻഡ് അയണുകള്, ഡ്രയറുകള്, ഡിസ്ട്രിബ്യൂഷൻ ട്രോളികള് അല്ലെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ട്രോളി വേണ്ടേ. എയർ കംപ്രസേഴ്സ് എന്തിനാണ്? നമ്മുടെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്വിങ് മെഷീൻസ്, തയ്യലുകൾ പോലെയുള്ള എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തയ്യലുകൾ നടത്താൻ അല്ലെങ്കിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് സ്വിങ് മെഷീൻസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, കുറച്ച് കോമൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കേ, സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ട്രി. എന്താണ് സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ട്രി എന്ന് പറയുന്നത്? മലിനമായ അല്ലെങ്കിൽ മുഷിഞ്ഞ അല്ലെ ആ ഒരു ലോണ്ട്രി ഹാൻഡ്ലിംഗ് ഇസ് വെരി വൈറ്റൽ ഫോർ ദ സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് പേഷ്യൻസ് എന്നാണ് കേട്ടോ. അവിടെ പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ് എന്നാണ് കേട്ടോ. പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. അപ്പൊ അതെന്താണ്? സോയിൽഡ് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ട്രീസ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ മുഷിഞ്ഞതായിട്ടുള്ള ഇങ്ങനെ ലോണ്ട്രീസിന്റെ ഒക്കെ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് അല്ലെ. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും എന്തിനു വേണ്ടിയിട്ടാണ്? സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ലോണ്ട്രീസ് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. Linen that comes in contact with workers or individual can become contaminated with injuries, microorganisms and body fluids അല്ലെ. അപ്പൊ ഈ ലിനൻസ് എന്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാ? അവിടെയുള്ള വർക്കേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ആരെയാണ്? അവിടെയുള്ള എന്താണ്? പേഷ്യൻസിനെയാണ് കേട്ടോ. അപ്പൊ വർക്കേഴ്സ് അതുപോലെ അവിടെയുള്ള പേഷ്യൻസ്, അതായത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്, അവരുമായിട്ടൊക്കെ ഇങ്ങനെയുള്ള ലിനൻസ് കോണ്ടാക്റ്റിൽ വരുമ്പോ ആ ലിനൻ എന്ത് ചെയ്യുന്നു? കണ്ടാമിനേറ്റഡ് ആകുന്നു അല്ലെ. അതെന്ത് ചെയ്യുന്നു? മലിനമാകുന്നു. എന്തുകൊണ്ടാണ് മലിനമാകുന്നത്? വിത്ത് ഇൻജൂറിയസ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. എന്താണ്? ബോഡി ഫ്ലൂയിഡ്സ്, നമ്മുടെ ശരീരത്തിലെ ദ്രവങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിലോ മറ്റെന്തെങ്കിലും ഇൻജുറീസ്, നമ്മുടെ ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു?
ഈ ലിനനുകൾ എന്ത് ചെയ്യുന്നു? കണ്ടാമിനേറ്റഡ് ആകുന്നു, മലിനമാകുന്നു. ആരുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്ന വർക്കേഴ്സ് യൂസ് ചെയ്യുന്ന ലിനനാവാം, അല്ലാന്നുണ്ടെങ്കിലോ അവിടെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ലിനനാവാം. ഈ ലിനനുകളൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത് മറ്റു മൈക്രോ ഓർഗാനിസംസുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നത്? കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്, മലിനമാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മലിനമാകുന്ന സമയത്ത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ് PPE എന്നുള്ളത് അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് മസ്റ്റ് ബി വോൺ വെൻ ഇൻഫെക്ഷൻ ഈസ് ഹാൻഡിൽഡ്. എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് അവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്തിരിക്കണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വോൺ ചെയ്യാന്ന് ധരിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ അവർ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന മറ്റു പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവിടെയുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? ഈ PPE പോലെയുള്ള കാര്യങ്ങൾ ധരിച്ചിരിക്കുക. ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ മസ്റ്റ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി ടു അതർ ഐറ്റംസ് അല്ലെ? എല്ലാ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകളും എന്ത് ചെയ്യും? മറ്റ് ഐറ്റംസിന്റെ കൂടെ മിക്സ് ചെയ്ത് വാഷ് ചെയ്യാതെ അത് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി കുറച്ച് സ്പ്രെഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടയാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലായോ? സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി എന്ന് പറയാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറിയിൽ എന്താണ് പറഞ്ഞത്? handling is very vital for the safety and well-being of patients and സ്റ്റാഫുകൾ അല്ലെ? പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സോയിൽഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറിയും അല്ലെങ്കിൽ മലിനീകരിക്കപ്പെട്ട ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള വർക്കേഴ്സ് ആയിക്കോട്ടെ, അവിടെയുള്ള പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ലിനനുകൾ എങ്ങനെയൊക്കെ കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്? ഒന്നില്ലെങ്കിൽ അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് വന്ന വഴിയോ അല്ലെങ്കിൽ മറ്റ് ഇഞ്ചുറീസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് വഴിയോ അങ്ങനെയുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു? കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ മലിനമാകുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവിടെയുള്ള വർക്കേഴ്സ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? PPE അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക. അങ്ങനെ ഇത് എന്ത് ചെയ്യണം? ഓരോന്നും ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ലിനനുകളാണെന്നുണ്ടെങ്കിൽ അതെല്ലാത്തിന്റെയും കൂടെ മറ്റ് ഐറ്റംസിന് കൂടെ ഇട്ട് വാഷ് ചെയ്യാതെ സെപ്പറേറ്റ് വാഷ് ചെയ്യുക. ഇത്രയും കാര്യമാണ് അതിൽ പറഞ്ഞത്. നോക്കി നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്? ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് ലോണ്ടറീസ് ആണ് കളക്ട് ചെയ്യുന്നത് നോക്കി. യൂസ്ഡ് ലിനൻ അല്ലെ? അത് നാലെണ്ണം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് ചിലപ്പോ ചോദിക്കാറുണ്ട് കേട്ടോ, ഓരോന്നും എന്താണെന്നുള്ളത്. അല്ലാതെ ഇതിൽ കുറെ അധികം കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുന്നത്. അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ഇതിൽ അങ്ങനെ വരാറില്ല. കുറച്ച് ഭാഗങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നോക്കി, ലോണ്ടറി കളക്റ്റഡ് ആയിട്ടുള്ള ലോണ്ടറി, പല ടൈപ്പ് ഓഫ് ലോണ്ടറി കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പലതരത്തിലുള്ള ലോണ്ടറീസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോക്കി, യൂസ്ഡ് ലിനൻ. ഈ യൂസ്ഡ് ലിനൻ എങ്ങനെയുള്ളതായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ, യൂസ്ഡ് ലിനൻ, യൂസ്ഡ് ആയിട്ടുള്ള ലിനൻ എങ്ങനെയുള്ളതായിരിക്കും എന്ന് ആലോചിച്ചേ. ആർക്ക് വേണ്ടിട്ട് ഉപയോഗിച്ചതായിരിക്കും യൂസ്ഡ് ലിനൻ? ആർക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് റിപ്ലൈ ചെയ്യും. പേഷ്യൻസിന്. വെരി ഗുഡ്. പേഷ്യൻസിന് വേണ്ടി ഉപയോഗിച്ചതായിരിക്കും. എന്നാൽ അത് എങ്ങനെയുള്ളതായിരിക്കും? നോക്കി, ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി സ്റ്റെയിൻഡ്. എന്താണ് അതിന്റെ അർത്ഥം? ഒന്ന് നോക്കിയേ, നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ യൂസ്ഡ് ആയിട്ടുള്ള ലിനൻ, ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ ഒരു ഡ്രസ്സ് യൂസ് ചെയ്ത് ഇപ്പൊ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? ഉപയോഗിച്ചതായി അല്ലെ? ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സായി, അല്ലാതെ പുതിയതായിട്ട് ഇരിക്കുന്നതല്ല. പക്ഷെ അത് യൂസ്ഡ് ആണ്. എന്നാൽ അതിൽ യാതൊരുവിധ അഴുക്കുകളും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലോ, അങ്ങനെയുള്ളതാണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ യൂസ് ചെയ്തു, പക്ഷെ എന്താണ്? അത് ഉപയോഗിച്ചതാണ്. എന്നാൽ എങ്ങനെയാണ്? അതിൽ യാതൊരുവിധ നമുക്ക് പ്രത്യക്ഷത്തില്, അതാണ് അപ്പാരന്റ്ലി എന്ന് പറയുന്നത്, പ്രത്യക്ഷത്തില് നമുക്ക് യാതൊരുവിധ സ്റ്റെയിനുകളോ കറകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ പോലും അത് ഉപയോഗിച്ച വസ്തുവല്ലേ? അപ്പൊ അത് ക്ലീൻ ചെയ്യണ്ടേ? അല്ലെങ്കിൽ അത് വാഷ് ചെയ്യണ്ടേ? വേണോ? നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത അങ്ങനെയല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. നോക്കിയേ, യൂസ്ഡ് ലിനൻ, ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ. രോഗികളുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. ശരി, ഉപയോഗിച്ചു. ബട്ട് ഇറ്റ്സ് നോട്ട് അപ്പാരന്റ്ലി സ്റ്റെയിൻഡ് എന്നാണ് കേട്ടോ. അവിടെ സ്റ്റെയിൻഡ് ആണ്. എന്താണ്? അത് പ്രത്യക്ഷത്തിൽ അതെങ്ങനെയല്ല
കറകളൊന്നും കാണുന്നില്ല. എന്നാൽ കൂടിയും പേഷ്യന്റിന്റെ കെയറിന് വേണ്ടി അവരുടെ പരിചരണത്തിന് വേണ്ടി ഉപയോഗിച്ചതായതുകൊണ്ട് അത് എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. അതാണ് യൂസ്ഡ് ലിനനിൽ വരുന്നത്. മനസ്സിലായ ഫസ്റ്റത്തെ? രണ്ടാമത്തെ നോക്കി, സോയിൽഡ് ലിനൻ. സോയിൽഡ് ലിനൻ എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് ലിനൻ has been contaminated or stained as they come in contact with blood, body fluids, secretions or excretions or other items. എന്താണ്? സോയിൽഡ് ലിനൻ എങ്ങനെയാണ്? ഇത് കണ്ടാമിനേറ്റഡ് ആണ്. സോൾഡ് യൂസ്ഡ് ലിനൻ എന്താണ് നമ്മൾ പറഞ്ഞു. രണ്ടാമത് സോയിൽഡ് ലിനൻ. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ തന്നെയാണ്. അത് എങ്ങനെയൊക്കെ കണ്ടാമിനേറ്റഡ് ആവാം, അല്ലെങ്കിൽ ആ തുണിത്തരങ്ങള് സ്റ്റെയിൻഡ് ആവാം, അല്ലെങ്കിൽ കറകൾ പറ്റാം നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന്, അല്ലെങ്കിൽ ബ്ലഡോ മറ്റു ബോഡി ഫ്ലൂയിഡ്സ് വഴിയോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സ്രവങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എക്സ്ക്രീഷൻസ് അല്ലെ, നമ്മുടെ ബോഡി പുറന്തള്ളുന്ന ദ്രവങ്ങളിൽ നിന്നോ ഒക്കെ മറ്റു ഐറ്റംസിൽ നിന്നൊക്കെ കറകൾ പുരണ്ട് അതുവഴി മലിനമാകുന്ന തുണിത്തരങ്ങളാണ് സോയിൽഡ് ലിനനിൽ വരുന്നത്. രണ്ട് തരത്തിലുള്ള ലിനൻസ് മനസ്സിലായോ? യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. എന്നാൽ അത് പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്യാൻ തോന്നുന്നില്ല, കറകളായിട്ട് നമുക്ക് തോന്നില്ല. രണ്ടാമത് സോയിൽഡ് ലിനൻ എങ്ങനെയാണ്? അതില് കറകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ, കണ്ടാമിനേറ്റഡ് ആവുന്നു, മലിനമാകുന്നുണ്ട് ആ തുണിത്തരങ്ങൾ. എങ്ങനെയാ? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, നമ്മുടെ ബോഡിയിൽ നിന്ന് ശരീര ദ്രവങ്ങൾ, അതാണ് സെക്രീഷൻസ്, എക്സ്ക്രീഷൻസ്, ഇവയെല്ലാം വഴി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആ ഒരു തുണിത്തരങ്ങൾ ഉപയോഗിച്ച് തുണിത്തരങ്ങൾ കറ പറ്റുന്നുണ്ട്, അത് മലിനമാകുന്നുണ്ട്. അങ്ങനെയുള്ള തുണിത്തരങ്ങളെയാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോക്കി, ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ലിനൻ എങ്ങനെയാണ്? ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ക്യാൻ ബി യൂസ്ഡ് ഓർ സോയിൽഡ് ലിനൻ ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് എ നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ. എന്താണ് ലിനൻ? ഇൻഫെക്റ്റഡ് ലിനൻ എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇൻഫെക്റ്റഡ് ലിനൻ എങ്ങനെയുള്ളതായിരിക്കും? ഒന്ന് വായിച്ചിട്ട് പറഞ്ഞു നോക്കി. ഇൻഫെക്റ്റഡ് ലിനൻ മാറിപ്പോകും നിങ്ങൾക്ക്. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ എങ്ങനെയായിരിക്കും? അപ്പോ ആരുമായി ബന്ധപ്പെട്ടതാണ് ഇൻഫെക്റ്റഡ് ലിനൻ? അതായത് പേഷ്യൻസ്. വെരി ഗുഡ്. പേഷ്യൻസ് അല്ലെ, അതായത് ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ള പേഷ്യൻസ് അല്ലെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വരുന്നതാണ്. അവരുമായി ബന്ധപ്പെട്ട് വരുന്ന തുണിത്തരങ്ങളാണ്. ഇനി എങ്ങനെയുള്ള തുണിത്തരങ്ങളാണ്, എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഇതിൽ കൺസിഡർ ചെയ്യുക? എന്താണ്? സസ്പെക്റ്റഡ് ഓർ നോൺ ഇൻഫെക്ഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തായിരിക്കും? സസ്പെക്റ്റഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? സസ്പെക്റ്റഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതായത് എന്താണ്? സസ്പെക്റ്റഡ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സംശയിക്കുന്നത് അല്ലെ. അതെ, വളരെ വെരി ഗുഡ്. ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളത്, അതായത് നമുക്കൊരു സംശയമുണ്ട്. അപ്പൊ ഇവരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത്, നമ്മളിപ്പോ കോവിഡ് ഒക്കെ സമയത്ത് എങ്ങനെയാ ആൾക്കാർ ഐസൊലേറ്റ് ചെയ്തൊക്കെ മാറ്റിയിരുത്തില്ല. അതായത് അവരുമായിട്ട് സമ്പർക്കത്തിൽ വന്ന ആളുകളെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ആ രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ നമുക്ക് സംശയമുണ്ട്, അവർക്ക് വരുമായിരിക്കും അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്തൊക്കെ വേറെ റൂമുകളിലൊക്കെ പാർപ്പിച്ച് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യും. അപ്പൊ അതുപോലെയുള്ള അങ്ങനെ എന്താണ് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലിനനുകളും. അതുപോലെ തന്നെ ഓൾറെഡി ഇൻഫെക്ഷൻസ്, അതായത് ഓൾറെഡി നമുക്കറിയാം അവർക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയാവുന്ന പേഷ്യൻസുമായിട്ട് അവരുമായി ബന്ധപ്പെട്ട് വരുന്ന തുണിത്തരങ്ങൾ, അതാണ് ഇൻഫെക്റ്റഡ് ലിനനിൽ വരുന്നത്. ക്ലിയർ ആയോ? ഇൻഫെക്റ്റഡ് ലിനൻ എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ക്യാൻ ബി യൂസ്ഡ് ഓർ സോയിൽഡ് ലിനൻ. ഇതെന്താണ്? ഉപയോഗിച്ചതാണ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ളതാണ്. ഇത് എങ്ങനെയുള്ളതാണ്? ബട്ട് ഫ്രം എ പേഷ്യന്റ്, ഒരു പേഷ്യന്റിൽ നിന്ന്. എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? വിത്ത് നോൺ, അതായത് അവർക്ക് നമുക്ക് എന്താണ് അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, അവർക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് നമുക്കറിയാം. അങ്ങനെയുള്ള പേഷ്യൻസ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ എന്താണ്? നമുക്ക് അവർക്കൊരു സംശയം തോന്നുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അവർക്ക്. അങ്ങനെയുള്ള പേഷ്യൻസുമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ലിനനുകളാണ് ഇൻഫെക്റ്റഡ് ലിനനിൽ വരുന്നത്. ക്ലിയർ ആയോ? ഇൻഫെക്റ്റഡ് ലിനൻ എന്താണെന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് നോക്കി, തിയേറ്റർ ലിനൻ. തിയേറ്റർ ലിനൻ എങ്ങനെയാണ്? തിയേറ്റർ ലിനൻ ഒന്ന് പറഞ്ഞേ. തിയേറ്ററിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ ലിനൻസ് ആണ് തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത്? പറഞ്ഞു നോക്കൂ, എന്തൊക്കെയാണ് തിയേറ്റർ? ബെഡ് കവേഴ്സ്, പിന്നെ സർജിക്കൽ ബെഡ്ഷീറ്റ്, ബെഡ് കവേഴ്സ്, ഗൗൺസ് അല്ലെ,
ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട്, ഗൗൺസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിനനുമായി ബന്ധപ്പെട്ട സ്ക്രബ് സ്യൂട്ട്, ബില്ലോ കവർ, അങ്ങനെ എല്ലാം എന്താണ് ഒത്തിരി സാധനങ്ങൾ നമ്മുടെ ആ ഒരു തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലെ. എന്താണ് തിയേറ്റർ ലിനൻ നോക്കി? യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഓർ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ഓപ്പറേഷൻ തിയേറ്ററുകളിലോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ലിനനുകൾ അല്ലെങ്കിൽ തുണിത്തരങ്ങളാണ് തിയേറ്റർ ലിനന് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്ട് ചെയ്ത് വരുന്ന ലോണ്ടറീസ് എന്തൊക്കെ ടൈപ്പ് ആണുള്ളത്? 4 ടൈപ്പ് ആണുള്ളത് അല്ലെ. അതിൽ യൂസ്ഡ് ആയിട്ടുള്ള ലിനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ കെയറിന് വേണ്ടി, രോഗികളുടെ പരിചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ലിനനുകളാണ് അല്ലെ. പക്ഷെ അത് നമുക്ക് എന്താണ് പ്രത്യക്ഷത്തില് നമുക്ക് എന്ത് തോന്നില്ല? സ്റ്റെയിൻ ആയിട്ട് അല്ലെങ്കിൽ കറകളായിട്ടുള്ളത് തോന്നില്ല. അങ്ങനെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള ലിനനുകളാണ് യൂസ്ഡ് ലിനനിൽ വരുന്നത്. രണ്ടാമത് സോയിൽഡ് ലിനൻ എങ്ങനെയാണ്? അത് മലിനമാകുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ കറകൾ പറ്റുന്നുണ്ട്. എങ്ങനെയാണ്? ബ്ലഡ് വഴിയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് വഴിയോ നമ്മുടെ ബോഡിയുടെ ശാരീരിക ദ്രവങ്ങളിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യുന്നത്? കറ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആവുന്ന ലിനനുകളാണ് സോയിൽഡ് ലിനനിൽ വരുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ള ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത് പേഷ്യൻസ് യൂസ് ചെയ്യുന്നതാണ്. അതെങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ഒന്നില്ലെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം, ഓൾറെഡി നമുക്ക് നോൺ ആണ്, അറിയാവുന്നതായിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുള്ളത് അല്ലെ, അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളത് അല്ലെങ്കിൽ സംശയമുള്ളതായിട്ടുള്ള പേഷ്യൻസോ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട തുണിത്തരങ്ങളാണ് ഇൻഫെക്റ്റഡ് ലിനനിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് തിയേറ്റർ ലിനൻ. തിയേറ്റർ ലിനൻ എങ്ങനെ വരുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിലൊക്കെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള അവിടെ ആവശ്യമായിട്ട് വരുന്ന തുണിത്തരങ്ങളാണ് തിയേറ്റർ ലിനനിൽ വരുന്നത്. മനസ്സിലായോ? 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്ടറിൽ വരുന്നത് 4 ഡിഫറെന്റ് ടൈപ്സ് മനസ്സിലായോ? Okay. Next one ആണ് should be safe from potentially infectious material as well as for good hygiene practices. You should always use gloves when handling stained or contaminated laundry and should remove to change to clean gloves before handling clean laundry. എന്താണ്? അതായത് നമ്മുടെ ഒരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മെറ്റീരിയൽസ് അല്ലെ, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സുരക്ഷിതത്വത്തോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹൈജീൻ, നമ്മുടെ ആ ഒരു നല്ല രീതിയിലുള്ള ശുചിത്വം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഇൻഫെക്ഷനിൽ നിന്നൊക്കെ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള അവിടെയുള്ള സ്റ്റാഫുകൾ അതിനെ ഹാൻഡിൽ ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റില്ല അല്ലെ. അപ്പൊ അവര് ഹാൻഡിൽ ചെയ്യണം, എന്നാൽ എന്ത് ചെയ്യണം? അത് സുരക്ഷിതമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? കുറച്ച് ഹൈജീനിക് പ്രാക്ടീസസ് അവർ സ്വന്തമായിട്ട് കുറച്ച് എന്ത് ചെയ്യണം? ശുചിത്വപരമായിട്ടുള്ള പ്രാക്ടീസസ് അവർ സ്വന്തമായിട്ട് ചെയ്തിരിക്കണം. യു ഷുഡ് ഓൾവേസ് യൂസ് ഗ്ലൗസ്. എന്ത് ചെയ്യണം? അവര് ഗ്ലൗസ് യൂസ് ചെയ്യണം അല്ലേ. ഹാൻഡ് ഹൈജീന് വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യാം? ഗ്ലൗസ് യൂസ് ചെയ്യണം. വെൻ ഹാൻഡ്ലിംഗ് സ്റ്റെയിൻഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറി ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസുകൾ യൂസ് ചെയ്യുക. ആൻഡ് ഷുഡ് റിമൂവ് ടു ചേഞ്ച് ടു ക്ലീൻ ഗ്ലൗസ്. എന്താണ്? ക്ലീൻ ഗ്ലൗസ് ബിഫോർ ഹാൻഡ്ലിംഗ് ക്ലീൻ ലോണ്ടറി. ഇനി 2 ലോണ്ടറീസും, അതായത് കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലോണ്ടറീസ് അത് അവിടെ ചെയ്യും, അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? ഗ്ലൗസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അത് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. റിമൂവ് ടു ചേഞ്ച് ടു ക്ലീൻ ഗ്ലൗസ്. എന്തിനു വേണ്ടിയിട്ടാ? അത് റിമൂവ് ചെയ്ത് മറ്റൊരു ക്ലീൻ ഗ്ലൗസ് ധരിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? അതായത് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഹാൻഡ് ഹൈജീനും കൂടി സുരക്ഷിതത്തോടുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പൊ എപ്പോഴും സ്റ്റെയിൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലോണ്ടറിയുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യണം? ഗ്ലൗസ് ധരിച്ചിരിക്കണം. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസിന്റെ അടുത്തോട്ടാണ്, അതിന്റെ ഹാൻഡിലിങ്ങിലാണ് പോകുന്നതെങ്കിൽ ആ ആദ്യം ധരിച്ച ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം അത് റിമൂവ് ചെയ്ത് മാറ്റിയതിനു ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലൗസ് പിന്നീട് ധരിച്ചതിന് ശേഷം മാത്രമേ എന്താ ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറീസ് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? സെയിം ആയിട്ടുള്ളത് സെയിം തന്നെ യൂസ് ചെയ്ത് രണ്ടിന് വേണ്ടിയിട്ടും സെയിം തന്നെ യൂസ് ചെയ്യരുതെന്നാ പറയുന്നത്. Then if a person has a contagious disease, എന്താണ് contagious disease എന്ന് പറഞ്ഞാൽ? പകർച്ചവ്യാധികൾ കേട്ടോ. അപ്പൊ if a person has a contagious disease or on contact precautions, clothes should be washed separately. അല്ലെ? അപ്പൊ ഇവിടെ എന്താ? ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉള്ള ഡിസീസുകളുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ളതോ അല്ലെങ്കിൽ കോണ്ടാക്ട് വിത്ത് പ്രിക്കോഷൻസ് അല്ലെ, മുൻകരുതലുകൾ അല്ലെങ്കിൽ
അവരുടെ ആ ഒരു സമ്പർക്കവുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളുടെ ഒക്കെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്ലോത്തുകൾ അങ്ങനെയുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യണം, വാഷ് സെപ്പറേറ്റ് വാഷ് ചെയ്യണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്തിട്ടു എന്ന് പറഞ്ഞു, അതായത് ഇവരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതാവാം, അല്ലാന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉള്ളവരുടെ ആവാം. അപ്പൊ അങ്ങനെയുള്ള തുണിത്തരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്ത് കഴുകുന്നു. ഇനി വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ദ വാഷിംഗ് മെഷീൻ മസ്റ്റ് ദെൻ ബി ഡിസ്ഇൻഫെക്റ്റഡ് ആഫ്റ്റർ വാഷിംഗ്. എന്ത് ചെയ്യണം, ആ വാഷിംഗ് മെഷീൻസ് ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്ലോത്തിങ്ങുകൾ വാഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാഷിംഗ് മെഷീൻ അതിനുശേഷം എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റൻ ചെയ്യണം, അണുവിമുക്തമാക്കണം. അത് നിർബന്ധമാണ്. കാരണം എന്താ, അതിനുശേഷം ചിലപ്പോൾ നല്ല യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത തുണിത്തരങ്ങളൊക്കെ അവർക്ക് അതിൽ ഇടാനുള്ളതാണ് അല്ലെ. അപ്പൊ അത് പിന്നീട് അതിൽ നിന്ന് സ്പ്രെഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യണം. അത് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഷിംഗ് മെഷീൻസ് അതിനുശേഷം എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റഡ് ആക്കണം അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ലോണ്ടറി കളക്ടഡ് എന്താണ്, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ വേഗം എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നോ, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാം. കിട്ടി? ഓക്കെ. നെക്സ്റ്റ്, സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇനി എന്താണ്, all linen after use should be collected in each department or ward and segregated into potentially infective and non-potentially infected. അതായത് എന്താണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യണം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതെങ്ങനെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, വാർഡിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിക്കോട്ടെ എന്താണ് ഈ ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം അല്ലെ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ അതിനെ കളക്ട് ചെയ്യണം. അതിനെ എന്ത് ചെയ്യണം, സെഗ്രിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേർതിരിക്കുക അല്ലെ, അതിനെ സോർട്ട് ചെയ്യുക, അതായത് വേർതിരിക്കുക. എന്താ, എങ്ങനെയുള്ളതാണ്, അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതും അല്ലാത്തതുമായിട്ടുള്ളവയെ എന്ത് ചെയ്യുക, വേർതിരിക്കുക അല്ലെ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതല്ല, അതാണ് നോൺ പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ് ആൻഡ് പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ് എന്ന് പറയുന്നത്. അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതും അല്ലാത്തതുമായിട്ടുള്ള തുണിത്തരങ്ങളെ എന്ത് ചെയ്യുക, വേർതിരിക്കുക. ആൻഡ് പ്ലേസ് സ്റ്റെയിൻഡ് ലിനൻ, ഇവിടെയൊക്കെ സ്റ്റെയിൻഡ് ആക്കണം കേട്ടോ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റെയിൻഡ് ലിനൻ ഇൻടു എ ക്ലിയർലി ലേബിൾഡ് ആൻഡ് ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ. ഇനി ഇങ്ങനെയുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള ലിനനുകൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലിയർലി ലേബിൾഡ് ആയിട്ടുള്ള ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലിട്ട്, അതായത് ബാഗുകളോ ബക്കറ്റോ പോലെയുള്ള കണ്ടെയ്നേഴ്സിലോട്ട് എന്ത് ചെയ്യുന്നു, പേഷ്യന്റ് കെയർ ഏരിയയില് എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കും. ഇങ്ങനെയുള്ള സ്റ്റെയിൻഡ് ലിനൻസിനെ ക്ലിയർലി ലേബിൾഡ്, അവിടെ ഇന്നതിന് ഇന്ന ലേബിൾ ചെയ്തിട്ടുള്ള ഇന്നതായിട്ടുള്ള ബാഗുകൾ അല്ലെങ്കിൽ ബക്കറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. അതിലേക്ക് എന്താണ്, ക്ലിയർലി ലേബിൾഡ് ആയിട്ടുള്ള ബാഗുകളോ ബക്കറ്റുകളോ ആയിരിക്കും. അങ്ങനെയുള്ള ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലോട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ പ്ലേസ് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. ഇൻ ദ പേഷ്യന്റ് കെയർ ഏരിയ, പേഷ്യൻസിന്റെ ആ ഒരു കെയർ പരിചരണം കൊടുക്കുന്ന ഏരിയയിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് കാര്യങ്ങൾ സ്ഥാപിച്ചപ്പോ ആ യൂസ് ചെയ്യുന്നത് അപ്പൊ തന്നെ യൂസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ ഏത് ബാഗിലോട്ടാണോ ഓരോന്നും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യുന്നു, അപ്പൊ തന്നെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ആ ഒരു ബാഗിലേക്ക് നിക്ഷേപിക്കുന്നു. ആൻഡ് സ്റ്റാഫ്സ് കളക്ട്, ഇനി അത് എന്ത് ചെയ്യും, മറ്റ് അവിടെ ലോണ്ടറിയിലുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു, അത് ചെന്ന് കളക്ട് ചെയ്യും, അതിനെ ഹാൻഡിൽ ചെയ്യും അല്ലെ. അതിന് ആവശ്യമില്ലാത്തതാണെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്ത് കളയും. ഓർ ട്രാൻസ്പോർട്ട് സോയിൽഡ് ലിനൻ ആർ അറ്റ് ഹൈ റിസ്ക്, അതിൽ എന്ത് ചെയ്യുന്നു, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇങ്ങനെയുള്ള സോയിൽഡ് ലിനൻ ഒക്കെ എങ്ങനെയാണ്, അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അത് എങ്ങനെയാണ്, ഒരു ഹൈ റിസ്ക് ആണ് അല്ലെ. അവിടെയുള്ള സ്റ്റാഫുകൾക്ക് വലിയ രീതിയിലുള്ള അപകട സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വാർഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനുകൾ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യണം, എന്താണ്, അണുബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയിട്ടുള്ളവയും തമ്മിൽ വേർതിരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, ഓരോന്നും പ്രോപ്പർ ആയിട്ട് ഓരോ ബാഗുകൾ അല്ലെങ്കിൽ ബക്കറ്റുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവും ആ രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന ആ ഒരു ഏരിയയില്. അപ്പൊ അതിങ്ങനെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കും. അപ്പൊ അതിലെന്ത് ചെയ്യണം, ഓരോ ലേബൽ ചെയ്തിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതായിട്ടുള്ള ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് തുണിത്തരങ്ങൾ വരുമ്പോൾ അത് ഓരോന്നിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബാഗുകളിൽ അല്ലെങ്കിൽ ബക്കറ്റുകളിൽ സ്ഥാപിക്കും. ഇനി അവിടെ നിന്ന് അത് ആരാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകളാണ് അല്ലെ. ആ സ്റ്റാഫുകൾ എന്ത് ചെയ്യും, അതിനെ കളക്ട് ചെയ്യും, അതിനെ ഹാൻഡിൽ ചെയ്യും, ഡിസ്പോസ് ചെയ്ത് കളയേണ്ടതാണെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്ത് കളയും. അല്ല അതിനെങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കും. അപ്പൊ ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കും
നടക്കുമ്പോൾ അതെന്താണ്, അവിടെ ഒരു ഹൈ റിസ്ക് ആണ് അല്ലെ, അപകട സാധ്യത ഏറ്റവും കൂടുതലാണ് ഇങ്ങനെയുള്ള സ്റ്റാഫുകളുമായിട്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന സമയത്ത്. കാരണം അത് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല, അപ്പൊ പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ എപ്പോഴും ഈ TPE പോലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? Then sanitizing washing machines. നമ്മൾ പറഞ്ഞു വാഷിംഗ് മെഷീൻസ് എന്ത് ചെയ്യണം, അണുവിമുക്തമാക്കണം അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് നോക്കി, in order to prevent cross contamination, എന്താണ് ഒന്നിലും മറ്റുള്ളവരിലേക്ക് പകർന്നു പോവാതിരിക്കും, ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ അല്ലെ, അതാണ് ക്രോസ് കണ്ടാമിനേഷനിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കണ്ടാമിനേഷൻസ് അല്ലെങ്കിൽ മലിനമാകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് എവരി വാഷർ ബി സാനിറ്റൈസ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ഒരു ദിവസം ഏതെങ്കിലും ഓരോ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ആ വാഷിംഗ് മെഷീൻസ് എന്ത് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ അണുവിമുക്തമാക്കിയിരിക്കണം. അതാണ് പറയുന്നത്. അപ്പൊ സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻസ് എന്താണ് പറയുന്നത്, അവിടെയുള്ള കണ്ടാമിനേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട്. കാരണം ഈ വാഷിംഗ് മെഷീൻ ഒരേ വാഷിംഗ് മെഷീൻ തന്നെ ആയിരിക്കും എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതാവുമ്പോ എന്താണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് വാഷ് ചെയ്യുന്നത്, രണ്ടും സെപ്പറേറ്റ് ആണ് വാഷ് ചെയ്യുന്നത്. എന്നാൽ പോലും എന്താണ് അവിടെ ആ ഇൻഫെക്ഷൻസ് മറ്റുള്ളവരിലേക്ക്, മറ്റുള്ള തുണിത്തരങ്ങളിലേക്ക് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്പ്രെഡിങ് തടയാൻ വേണ്ടിയിട്ട് എവരി ഡേ, ഓരോ ദിവസവും എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു പ്രാവശ്യമെങ്കിലും സാനിറ്റൈസ് ചെയ്ത് ശുചീകരിക്കണം അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയിരിക്കണം വാഷിംഗ് മെഷീൻസ്. ഇത്രയും ക്ലിയർ ആയോ? സാനിറ്റൈസിങ് വാഷിംഗ് മെഷീൻസ്. നെക്സ്റ്റ് വൺ ആണ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില് 3 രീതിയിലാണ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അതായത് ഇപ്പോ എന്താണ്, അവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ലിനൻസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്ത് ആ പ്രോസസ് ഒക്കെ ചെയ്ത്, പ്രോസസ്സിങ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അത് പിന്നെയും തിരിച്ച് ഓരോ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട 3 തരത്തിലുള്ള ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നോക്കി, സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തായിരിക്കും, കേട്ടിട്ടുണ്ടോ? സെൻട്രലൈസ്ഡ് എന്ന് പറയും. സെൻട്രലൈസ്ഡ് AC എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ് അവിടെ സെൻട്രലൈസ്ഡ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. അങ്ങനെ നിങ്ങൾക്ക് മറക്കില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സെൻട്രലൈസ്ഡ്, നമ്മൾ സെൻട്രലൈസ്ഡ് ACs ഒക്കെ കണ്ടിട്ടില്ലേ? AC ഒക്കെ കണ്ടിട്ടുണ്ടോ മോളുകളിൽ അവിടേക്ക് പോകുമ്പോ? എന്തായിരിക്കും സെൻട്രലൈസ്ഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ? അതെ, എല്ലാ സ്ഥലത്തേക്കും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സെന്റർ ഉണ്ടാവും അല്ലെ, അതായത് ബെറ്റർ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട്. ശരി, അപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ എന്താണ്, ഒരു സെൻട്രൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. അവിടെ എന്താണ്, ഒരു കേന്ദ്രീകൃതമായിട്ടൊരു ഒറ്റ റൂം. അവിടെ നിന്നായിരിക്കും എന്താണ്, എല്ലാ ഭാഗങ്ങളിലേക്കും ലിനൻസും ലോണ്ടറീസും ഇതൊക്കെ എന്താ ഇഷ്യൂ ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. ലിനൻ സർക്കുലേഷൻ, അതുപോലെ അതിന്റെ സർക്കുലേഷൻ നടത്തുന്നത് അതിനൊരു സെൻട്രൽ റൂം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും. ദിസ് ഫെസിലിറ്റീസ് ഇസ് എ ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ് അല്ലെ, അവരുടെ സ്റ്റാഫുകൾക്ക് മേലെ ഒരു കൺട്രോൾ കൊടുക്കാൻ ഈ ഒരു സേവനം വഴി സാധിക്കുന്നു. അപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ സെൻട്രലൈസ്ഡ് AC ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലേക്ക് കാര്യങ്ങളൊക്കെ ഓർത്താൽ മതി, ഒരു കണക്ട് ചെയ്ത് പഠിക്കണ്ടേ. അപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും എല്ലാ ഭാഗങ്ങളിലേക്കും ഇങ്ങനെയുള്ള ലിനൻസ് വിതരണം ചെയ്യുന്നതും അതുപോലെ സർക്കുലേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതും. ക്ലിയർ ആയോ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അത്രയും നിങ്ങൾ സിമ്പിൾ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എങ്ങനെയായിരിക്കും ഡീസെൻട്രലൈസ്ഡ്? ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആയിട്ടുള്ള ഒരു സെൻട്രൽ റൂം ഉണ്ടാകും. സെൻട്രൽ റൂം, അതിൽ നിന്നാണ് എന്താണ് ഈ ലിനൻസ് ഇഷ്യൂ ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന്റെ ആവശ്യമായിട്ടുള്ള സർക്കുലേഷൻസ് ഒക്കെ നടക്കുന്നത്. ഇനി രണ്ടാമത് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും?
ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിരിക്കും. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലാവാം, അല്ലെങ്കിൽ പലതരം ഫ്ലോറുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഫ്ലോർ ബേസ്ഡ് ആവാം, അങ്ങനെയുള്ള പലതരത്തിലുള്ള യൂണിറ്റ്സ് ഉണ്ടാവും. ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഏരിയ അവർക്ക് ഉണ്ടാവും. അതായത് സാധനങ്ങൾ വാഷ് ചെയ്യാനും അതുപോലെ പ്രോസസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ ഒരു സെൻട്രൽ റൂം ഉണ്ടാവും. എന്നാൽ പോലും അത് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്? അവർക്ക് ആ മറ്റ് സിംഗിൾ യൂണിറ്റുകളിലേക്ക് എന്തിനേലും ഷോർട്ടേജുകൾ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് അടുത്ത് എന്ത് ചെയ്യുന്നു? അവര് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. അല്ലാതെ സെൻട്രൽ റൂമിൽ നിന്നല്ല എല്ലായിടത്തേക്കും വിതരണം ചെയ്യുന്നത്. അതാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് അണ്ടർ ദി സിസ്റ്റം എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സിസ്റ്റം സർവീസ് നോക്കിയേ, ദ ഡിഫറെന്റ് യൂണിറ്റ്സ് സച്ച് ആസ് വാർഡ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എക്സെട്ര. വാർഡുകള്, ഓപ്പറേഷൻ തിയേറ്റർ പോലെയുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫറെന്റ് യൂണിറ്റുകളായിട്ടാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. മനസ്സിലായോ? എക്സെട്ര അലോട്ടഡ് വിത്ത് നീഡഡ് ക്വാർട്ടേഴ്സ് ഓഫ് ലിനൻ ആർട്ടിക്കിൾസ്. അതായത് ഇപ്പൊ വാർഡുകളിലേക്ക് എന്തോരം വേണം, അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്തോരം വേണം എന്നുള്ള കാര്യങ്ങൾ, എത്രത്തോളം ലിനനുകൾ അല്ലെങ്കിൽ എത്രത്തോളം തുണിത്തരങ്ങൾ, എത്ര ക്വാർട്ടേഴ്സ് ആണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത്, അത് അലോട്ട് ചെയ്യുന്നത് ഡിഫറെന്റ് യൂണിറ്റുകളിൽ നിന്നായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓരോരോ യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നു. മറ്റേത് എന്താ? ഒറ്റ യൂണിറ്റ് ആണ്. അവിടെ നിന്നാണ് സെൻട്രലിൽ ഒരു ഒറ്റ റൂമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവിടെ നിന്നാണ് എല്ലാവിടേക്കും ഉള്ള വിതരണം നടക്കുന്നത്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിട്ട് തിരിച്ചിട്ട് അവരാണ് ഓരോ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നത്? അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഏരിയയിലേക്കും അവരെന്ത് ചെയ്യുന്നു? ആവശ്യമായിട്ടുള്ള ലിനനുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഈ ഡീസെൻട്രലൈസ്ഡില് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരവിടെ സ്റ്റോർ ചെയ്ത് ആവശ്യമായിട്ടുള്ള യൂണിറ്റുകളിൽ ആവശ്യമായിട്ടുള്ള ലിനനുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഷോർട്ടേജുകൾ കാര്യങ്ങൾ വരുമ്പോൾ അവർ ആ ഒരു സെൻട്രൽ റൂമുകളിൽ നിന്ന്, എവിടെയാണ് മെയിൻ ആയിട്ട് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അവിടെ നിന്ന് എന്ത് ചെയ്യും? അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഷോർട്ടേജ് വരുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായോ? സെൻട്രലൈസ്ഡ് ലിനനും ഡീസെൻട്രലൈസ്ഡ് ലിനനും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയോ? ഇത് രണ്ടും മനസ്സിലായാൽ അടുത്തതിലോട്ട് പറയാം. ഡൗട്ട്സ് എന്താ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇപ്പൊ തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് വിടാം. ഓക്കെ, ക്ലിയർ ആയ അല്ലെ? ഇപ്പൊ രണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കുക. ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് കേട്ടോ. അപ്പൊ എന്താണ് സെൻട്രലൈസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇവിടെ ഒരു സെൻട്രൽ ആയിട്ടുള്ള റൂം ഉണ്ടായിരിക്കും. ആ സെൻട്രൽ ആയിട്ടുള്ള ഒരു റൂം എല്ലാ എന്താണ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഏരിയാസിനും കൂടി മൊത്തത്തിൽ ഒരു റൂം ആയിരിക്കും. അതാണ് അവിടെ നിന്നായിരിക്കും, ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും എല്ലാ ഏരിയയിലോട്ടും എന്ത് ലിനൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണം ഒക്കെ നടക്കുന്നത് ഒരു സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും. അതാണ് ഒന്നാമത്തെ സെൻട്രലൈസ്ഡ് ലിനനിൽ പറഞ്ഞത്. രണ്ടാമത്തെ ഡീസെൻട്രലൈസ്ഡ് ലിനൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ എന്താണ്? ചില ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിട്ട് അതിനെ തിരിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിട്ട് തിരിച്ചിട്ട് അവിടെ നിന്നാണ് ഇപ്പൊ വാർഡുകളിലോട്ടാണെങ്കിൽ അതിനനുസരിച്ചുള്ള യൂണിറ്റ് ഉണ്ടാവും. ഓപ്പറേഷൻ തിയേറ്ററിലോട്ടാണ് ലിനൻ വേണ്ടതെങ്കിൽ എത്ര ആവശ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള യൂണിറ്റിൽ നിന്നായിരിക്കും അത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫ്ലോറുകൾ ബേസ്ഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള യൂണിറ്റുകളായിരിക്കാം ഉണ്ടാവുക. അപ്പൊ അവിടെ എന്താണ്? അവിടെയുള്ള ഷോർട്ടേജ് വരുന്നതിനനുസരിച്ച് ഒരു കോമൺ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് എന്ത് ചെയ്യുന്നു? ഇവിടെ ഷോർട്ടേജിനനുസരിച്ച് ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. വിതരണം ചെയ്തത് ഇങ്ങനെയുള്ള സ്മോൾ ഡിഫറെന്റ് യൂണിറ്റ്സുകളിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു സെൻട്രൽ റൂമിൽ നിന്ന് മൊത്തത്തിലല്ല വിതരണം ചെയ്യുന്നത്. അതാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്നത്. രണ്ടും ക്ലിയർ ആയോ? ആരാണ് ഡൗട്ട്സ് ചോദിച്ചത്? ഹരിതയാണോ? ക്ലിയർ ആയോ ഹരിത? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, മിക്സഡ് ലിനൻ സർവീസ്. മിക്സഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? മിക്സഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? മിക്സഡ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ വരും? അതെങ്ങനെയുള്ളതായിരിക്കും? എന്തൊക്കെ കൂടിയതായിരിക്കും മിക്സഡ് എന്ന് പറയുമ്പോ? രണ്ടും കൂടിയതായിരിക്കും അല്ലെ? അതായത് ഡീസെൻട്രലൈസ്ഡും അല്ലെ, ഡീസെൻട്രലൈസ്ഡും ഉണ്ടാവും, സെൻട്രലൈസ്ഡും ഉണ്ടാവും. ലിനൻ സപ്ലൈസ് ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയാസ്. ചില സ്പെഷ്യൽ ഏരിയാസിൽ എന്ത് ചെയ്യുന്നു? ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബേസിസിൽ അവിടെ വിതരണം നടത്തും. അതായത് ഇപ്പൊ ചില ഓപ്പറേഷൻ തിയേറ്റർ പോലെയുള്ള പെട്ടെന്ന് നമുക്ക് ആവശ്യങ്ങൾ വരുന്ന ഒരു ഏരിയാസ് ഒക്കെ ചിലതുണ്ടാവുമല്ലോ. അപ്പൊ അവിടെയുള്ളത് അവിടെ അതിന്റെ ബേസിസിൽ അതിന്റെ സ്പെഷ്യൽ ഏരിയാസിൽ അവിടെ ഡീസെൻട്രലൈസേഷൻ വഴിയാണ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ എങ്ങനെയായിരിക്കും? സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലിനൻ സപ്ലൈസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്.
ക്ലിയർ ആയോ? മിക്സഡ് ആയിട്ടുള്ള ലിനൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ചില സ്പെഷ്യൽ ഏരിയാസിൽ മാത്രം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില യൂണിറ്റ് പോലെ തിരിച്ചിട്ട് അവരായിരിക്കും സപ്ലൈ ചെയ്യുക. അതിനാൽ ബാക്കിയുള്ള ഏരിയാസിലോട്ട് മൊത്തം സെൻട്രലൈസ്ഡ് എന്നുള്ള രീതിയിലായിരിക്കും അവിടെ സപ്ലൈസ് നടക്കുക. The linen used in our hospital services make a huge effect on the ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ലിനനുകൾ ആ ഒരു ഹോസ്പിറ്റൽ സർവീസ് അല്ലെങ്കിൽ ഒരു സേവനവുമായി ബന്ധപ്പെട്ട് അവന്റെ അവിടുത്തെ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി, അവരുടെ ആ ഒരു പരിചരണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെയർ എന്ന് പറയുന്ന ക്വാളിറ്റി, ഗുണമേന്മ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ലിനനുമായി ബന്ധപ്പെട്ടാണ്. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഓരോ ഹോസ്പിറ്റലിലും 6 സെറ്റ് ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. ഓരോ ബെഡിനും 6 സെറ്റ് ഓഫ് ലിനൻസ് ആണ് കൊടുക്കുന്നത്. ഇനി ആ സെറ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലായോ മൂന്നെണ്ണം തമ്മിലുള്ള ഡിഫറൻസ്? സെൻട്രലൈസ്ഡ് ലിനൻ, ഡീസെൻട്രലൈസ്ഡ് ലിനൻ ആൻഡ് മിക്സഡ് ലിനൻ സർവീസ്. ക്ലിയർ ആയോ? ഇത്രയും എടുത്തത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? മിക്സഡ് ലിനൻ സർവീസ് എന്നും കൂടി പറയാം. മിക്സഡ് ലിനൻ പറഞ്ഞില്ലേ, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടും പോവാം കേട്ടോ. ടൈം കഴിഞ്ഞില്ലേ? ഓക്കെ, ബാക്കി രണ്ടും ക്ലിയർ ആയോ മമ്മീബ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.